യുണീക്ക് എജു വ്ളോഗിലേക്ക് സ്വാഗതം. ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. മൊഡ്യൂൾ 3യിൽ വരുന്ന രണ്ടാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ പാർട്ട് ഹൈബ്രിഡോമ ടെക്നോളജി ആയിരുന്നു. അത് കാണാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക. മൊഡ്യൂൾ 3 പ്രത്യേക പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ മൊഡ്യൂൾ 1ലെയും ഭാഗങ്ങൾ ചാനലിലുണ്ട്. എല്ലാവരും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം? പാത്തോജനിക് ഓർഗാനിസത്തിൽ നിന്നും അതുപോലെ ക്യാൻസറിൽ നിന്നും എല്ലാം ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെർട്ടിബ്രേറ്റ്സിൽ കാണപ്പെടുന്ന പ്രതിരോധ സംവിധാനമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. ധാരാളം സെൽസും മോളിക്യൂൾസും ഒരുമിച്ച് ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് പോലെ പ്രവർത്തിച്ച് ശരീരത്തിനുള്ളിൽ അതിക്രമിച്ച് കയറുന്നവയെ തിരിച്ചറിയുകയും എലിമിനേറ്റ് ചെയ്യുകയും ആണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ധർമ്മം. 2 ഘട്ടങ്ങളിലായാണ് ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുന്നത്: റെക്കഗ്നിഷൻ ആൻഡ് റെസ്പോൺസ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്വന്തം ബോഡി സെല്ലിനെയും ഫോറിൻ മോളിക്യൂൾസിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയും. മാത്രമല്ല, ഒരു ഫോറിൻ പാത്തജനെ മറ്റൊന്നിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്ന കെമിക്കൽ ഡിഫറൻസസ് തിരിച്ചറിയാനും ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കഴിയും. ഫോറിൻ സെല്ലിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ പ്രത്യേകമായി പ്രതികരിക്കുന്നതിനെയാണ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. തുടർന്നും ഈ ഫോറിൻ സെല്ലുമായി സമ്പർക്കം വരുന്ന സമയത്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് ആ സെല്ലിൻ്റെ എലിമിനേഷൻ അല്ലെങ്കിൽ ന്യൂട്രലൈസേഷന് കാരണമാകും. ഇത്തരത്തിൽ ഇൻഫെക്ഷ്യസ് ഡിസീസിൽ നിന്നുമുള്ള സംരക്ഷണത്തെയാണ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റിക്ക് 2 ഘടകങ്ങളാണുള്ളത്: ഇന്നേറ്റ് അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയും അക്യൂർഡ് അല്ലെങ്കിൽ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയും. ഇനി നമുക്ക് എന്താണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ ജനന സമയം മുതൽ രോഗങ്ങൾക്കെതിരെയുള്ള അടിസ്ഥാന പ്രതിരോധത്തെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുന്ന മിക്ക മൈക്രോ ഓർഗാനിസത്തിനെയും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലെ ഘടകങ്ങൾ എലിമിനേറ്റ് ചെയ്യും. ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ് ബാക്ടീരിയയും വൈറസിനെയും റെക്കഗ്നൈസ് ചെയ്യുകയും ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുകയും ചെയ്യും. എന്താണ് ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ്? എന്താണ് ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻസറാണ് ടോൾ ലൈക്ക് റിസപ്റ്റർ. മൈക്രോ ഓർഗാനിസത്തിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് ഇവയുടെ ധർമ്മം. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ 4 ടൈപ്സ് ഓഫ് ഡിഫെൻസീവ് ബാരിയേഴ്സ് ആണ് ഉള്ളത്: അനാട്ടമിക് ബാരിയേഴ്സ്, ഫിസിയോളജിക് ബാരിയേഴ്സ്, എൻഡോസൈറ്റിക് ഓർ ഫാഗോസൈറ്റിക് ബാരിയേഴ്സ് ആൻഡ് ഇൻഫ്ലമേറ്ററി ബാരിയേഴ്സ്. അനാട്ടമിക് ബാരിയേഴ്സ്: സ്കിൻ, സർഫസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻസ് ഇവയാണ് അനാട്ടമിക് ബാരിയേഴ്സിൽ വരുന്നത്. ഇവ രണ്ടും ചേർന്ന് മിക്കവാറുമുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെയും എൻട്രി തടയുന്നു. സ്കിന്നിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ള ഡെഡ് സെൽസ് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് പ്രോട്ടീൻ കൊണ്ട് നിറഞ്ഞതാണ്. അതുപോലെ ഹെയർ ഫോളിക്കിളുമായി അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന സെബേഷ്യസ് ഗ്ലാൻസ് സെബം എന്ന് പറയുന്ന ഓയിലി സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും. ഈ സെബം സ്കിന്നിൻ്റെ pH 3 മുതൽ 5 വരെയായി മെയിൻറ്റെയിൻ ചെയ്യും. അത് മിക്ക മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി നമുക്ക് ഫിസിയോളജിക് ബാരിയേഴ്സ് എന്താണെന്ന് നോക്കാം. ടെമ്പറേച്ചർ, pH, ഓക്സിജൻ ടെൻഷൻ, അതുപോലെ ലൈസോസൈം, ഇൻ്റർഫെറോൺ, കോംപ്ലിമെൻറ്റ് സിസ്റ്റം തുടങ്ങിയ സോലബിൾ ഫാക്ടേഴ്സാണ് ഇതിൽ വരുന്നത്. പനി വരുമ്പോൾ ടെമ്പറേച്ചർ കൂടാറില്ലേ? അത് ഫിസിയോളജിക് ബാരിയറിന് ഉദാഹരണമാണ്. മ്യൂക്കസ് സെക്രീഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഹൈഡ്രോലൈറ്റിക് എൻസൈമാണ് ലൈസോസൈം. അത് ബാക്ടീരിയൽ സെൽ വാളിലെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിനെ ഇല്ലാതാക്കുകയും അതുവഴി ബാക്ടീരിയയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. എൻഡോസൈറ്റിക് ആൻഡ് ഫാഗോസൈറ്റിക് ബാരിയേഴ്സ്: മാക്രോമോളിക്യൂൾസിനെയും പാർട്ടിക്കുലേറ്റ് മെറ്റീരിയൽസിനെയും സെൽസിനെയും ഇൻറ്റേർണലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് എൻഡോസൈറ്റോസിസ്. ലാർജ് പാർട്ടിക്കിൾസിൻ്റെ ഇൻജക്ഷനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസിസും പിനോസൈറ്റോസിസുമാണ്
എൻഡോസൈറ്റോസിസിൻ്റെ 2 പ്രധാന ടൈപ്സ്. ഫാഗോസൈറ്റോസിസ് പ്ലാസ്മ മെംബ്രെയിൻ മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ഡെഡ് സെൽസ് പോലെയുള്ള ലാർജ് മോളിക്യൂൾസിനെ എൻഗൾഫ് ചെയ്യും. ഇതിനെ സെൽ ഈറ്റിംഗ് എന്ന് പറയും. സ്പെഷ്യലൈസ്ഡ് ഫാഗോസൈറ്റിക് സെൽസ് ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആണ്. ഫാഗോസൈറ്റോസിസിനെ സെൽ ഈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ പിനോസൈറ്റോസിസിനെ സെൽ ഡ്രിങ്കിങ് എന്നാണ് പറയുന്നത്. ഇതിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡും സ്മോൾ മാക്രോ മോളിക്യൂൾസിനെയും സ്മോൾ വെസിക്കിൾസ് ഇൻറ്റേർണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് മോണോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, ടിഷ്യൂ മാക്രോഫേജസ് തുടങ്ങിയവ ഫാഗോസൈറ്റിക് സെൽസിന് എക്സാമ്പിൾസ് ആണ്. എൻഡോസൈറ്റോസിസ് വഴിയും മെറ്റീരിയൽസ് ലൈസോസൈമിൽ എത്തുകയും അവിടെയുള്ള ഡീഗ്രഡേറ്റീവ് എൻസൈംസ് ആയ പ്രോട്ടിയേസ്, ന്യൂക്ലിയേസ്, ലിപ്പേസ് മറ്റു ഹൈഡ്രോലൈറ്റിക് എൻസൈംസും അവയെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് നോക്കാം. ഊണ്ട് കാരണമോ പാത്തോജൻ ഇൻവേഷൻ കാരണമോ ഉണ്ടാകുന്ന ടിഷ്യൂ ഡാമേജ് കാരണം ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സ് സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ 3 ഇവൻറ്റ്സ് ആണ് നടക്കുക. ആദ്യത്തേത് വാസോഡൈലേഷൻ, അതായത് ബ്ലഡ് വെസലിൻ്റെ ഡയമീറ്റർ കൂടുന്നു. 2 ആൻ ഇൻക്രീസ് ഇൻ കാപ്പിലറി പെർമിയബിലിറ്റി, ഇതുവഴി ഡൈലേറ്റഡ് ആയിട്ടുള്ള കാപ്പിലറീസിൽ നിന്നും ഫ്ലൂയിഡും സെൽസും ടിഷ്യൂവിലേക്ക് ഒഴുകുകയും എഡിമ, അതായത് നീർവീക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. 3 ഇൻഫ്ലക്സ് ഓഫ് ഫാഗോസൈറ്റ്സ് ഫ്രം ദ കാപ്പിലറീസ് ഇൻ ടു ദി ടിഷ്യൂസ്, അതായത് കാപ്പിലറീസിൽ നിന്നും ഫാഗോസൈറ്റ്സ് ടിഷ്യൂസിലേക്ക് എത്തുന്നു. ഈ ഫാഗോസൈറ്റ്സ് ബാക്ടീരിയയെ ഫാഗോസൈറ്റോസ് ചെയ്യുകയും ലൈറ്റിക് എൻസൈം റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് അടുത്തുള്ള ഹെൽത്തി സെൽസിനെയും ഡാമേജ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഡെഡ് സെല്ലും ഡൈജസ്റ്റഡ് മെറ്റീരിയൽസും ഫ്ലൂയിഡും എല്ലാം ചേർന്ന് പസ്, അതായത് പഴുപ്പുണ്ടാകുന്നു. ശരീരത്തിലേക്ക് ഇൻവേഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിലെ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഹിസ്റ്റമിൻ ഒരു മീഡിയേറ്ററിന് എക്സാമ്പിളാണ്. ടിഷ്യൂ ഇഞ്ചുറി മൂലം സെൽസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം. ഒരു ഫോറിൻ ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി. ഇത് ഹൈലി അഡാപ്റ്റീവ് ആണ്. ഇതിന് 4 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. 1 ആൻറ്റിജൻ സ്പെസിഫിസിറ്റി, 2 ഡൈവേഴ്സിറ്റി, 3 ഇമ്മ്യൂണോളജിക് മെമ്മറി, 4 റെക്കഗ്നിഷൻ ഓഫ് സെൽഫ് ഫ്രം നോൺ സെൽഫ് ആൻറ്റിജൻസ്. ഫോറിൻ മോളിക്യൂൾസിനെയും ആൻറ്റിജൻസിനെയും അക്യൂർഡ് ഇമ്മ്യൂണിറ്റി സ്പെസിഫിക്കലി റെക്കഗ്നൈസ് ചെയ്യുകയും സെലക്റ്റീവായി എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 4 ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തേതാണ് ആൻറ്റിജൻ സ്പെസിഫിസിറ്റി. അതായത് ആൻറ്റിജൻ മോളിക്യൂളിലുള്ള ഒരു സിംഗിൾ അമിനോ ആസിഡിൽ വരുന്ന ഡിഫറൻസ് വച്ച് പോലും ആൻറ്റിജൻ മോളിക്യൂളിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ആൻറ്റിബോഡീസിൻ്റെ കഴിവ്. രണ്ടാമത്തെയായിരുന്നു ഡൈവേഴ്സിറ്റി. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ജനറേറ്റ് ട്രെമൻഡസ് ഡൈവേഴ്സിറ്റി ഇൻ ഇറ്റ്സ് റെക്കഗ്നിഷൻ മോളിക്യൂൾസ്. അതിൻ്റെ ഫലമായി അതിന് ഫോറിൻ ആൻറ്റിജനിലെ ബില്യൺസ് ഓഫ് യുണീക്ലി ഡിഫറൻറ്റ് സ്ട്രക്ചറിനെ യുണീക്ലി റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെയായിരുന്നു ഇമ്മ്യൂണോളജിക് മെമ്മറി. അതായത് ഒരിക്കൽ ഇമ്മ്യൂൺ സിസ്റ്റം ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്ത് അതിനെതിരെ റെസ്പോണ്ട് ചെയ്താൽ തുടർന്ന് ഈ സെയിം ആൻറ്റിജൻ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ കൂടുതൽ സ്ട്രോങ് ആയി ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ റെസ്പോണ്ട് ചെയ്യും. അതിനെയാണ് ഇമ്മ്യൂണോളജിക് മെമ്മറി എന്ന് പറയുന്നത്. പാത്തോജൻ എതിരെയുള്ള ലോങ് ടേം ഇമ്മ്യൂണിറ്റി കാരണം ഇതാണ്. പാത്തോജൻസിനെതിരെയുള്ള ലോങ് ടേം ഇമ്മ്യൂണിറ്റിക്ക് കാരണം ഇതാണ്. നാലാമത്തേത് റെക്കഗ്നിഷൻ ഓഫ് സെൽഫ് ഫ്രം നോൺ സെൽഫ് ആൻറ്റിജൻസ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം സാധാരണ ഫോറിൻ ആൻറ്റിജൻസിനെയും റെസ്പോണ്ട് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം സാധാരണ ഫോറിൻ ആൻറ്റിജനോട് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ സെൽഫ് ആൻറ്റിജനെയും നോൺ സെൽഫും തമ്മിൽ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവും ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ട്.
ആ ഒരു കഴിവ് നഷ്ടമാകുന്നതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന് കാരണം. നെക്സ്റ്റ് നമുക്ക് അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയിലെ കമ്പോണൻസ് എന്താണെന്ന് നോക്കാം. ലിംബോസൈറ്റ്സും അതുപോലെ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് അതായത് APCയുമാണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 മേജർ ഗ്രൂപ്പ്സ് ഓഫ് സെൽസ്. ലിംബോസൈറ്റ്സിൽ ആൻറ്റിജൻ ബൈൻഡിംഗ് സെൽ സർഫസ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്റേഴ്സ് ആണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയിലെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സായി നമ്മൾ പറഞ്ഞ ആൻറ്റിജൻ സ്പെസിഫിസിറ്റി, ഡൈവേഴ്സിറ്റി, ഇമ്മ്യൂണോളജിക് മെമ്മറി, റെക്കഗ്നിഷൻ ഓഫ് സെൽഫ് ഫ്രം നോൺ സെൽഫ് ആൻറ്റിജൻസ് ഇതിനൊക്കെ കാരണം. ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൻ്റെ സർഫസിൽ ക്ലാസ് 2 MHSC അതായത് മേജർ ഹിസ്റ്റോ കോമ്പാറ്റിബിലിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഈ MHSC ആൻറ്റിജൻ ഡിറൈവ്ഡ് പെപ്റ്റൈഡിനെ ബൈൻഡ് ചെയ്ത് അതിനെ ഇമ്മ്യൂൺ റെസ്പോൺസിന് കാരണമാകും. അപ്പോൾ ഇത്രയുമാണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതായത് എന്താണ് ഇമ്മ്യൂണിറ്റി, ഏതൊക്കെയാണ് അതിൻ്റെ ടൈപ്സ് എന്ന്. പക്ഷെ നമുക്കറിയാം ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു വേസ്റ്റ് ഏരിയ ആണ്. അതിലിനി ഇമ്മ്യൂൺ റെസ്പോൺസിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതായത് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, അതുപോലെ തന്നെ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്, സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം ഈ ഒരു വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. തുടർന്നും വീഡിയോകൾ ഉണ്ടാകും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി ചെയ്യാവുന്നതാണ്. താങ്ക് യു.